ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വിഷുദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഗോതമ്പ് ചെറുപയർ പരിപ്പ് പായസമാണ് നമ്മുടെ ഇന്നത്തേത്. ഈ ഒരു പായസത്തിനെ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതും ഞാനിന്ന് കുക്കറിൽ വെച്ചിട്ടാണ് ഈ ഒരു പായസത്തിൻ്റെ പാചക രീതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതും. പായസമൊക്കെ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോകുന്ന കൂട്ടുകാർക്കും പായസം ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു അളവുകൾ വെച്ചിട്ട് ഒരു 35 ഗ്ലാസ് അളവാണ് നമുക്ക് പായസത്തിന് കഴിക്കാൻ കിട്ടുക. ഈ ഒരു വിഷുനാളിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗോതമ്പ് ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഗോതമ്പ് ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം അളവിൽ ഒരു കപ്പ് ഗോതമ്പിനെ ഞാൻ നല്ലതുപോലെ കഴുകി ഒന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഒരു 3 മണിക്കൂർ നേരമാണ് ഞാനിതിനെ ഒന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളത്. ഇനി കുതിർത്തിയ ഗോതമ്പിനെ നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പായസത്തിന് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊന്നും എടുത്ത് വയ്ക്കണം. 750 ഗ്രാം അളവിൽ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടത് 125 ഗ്രാം അളവിൽ ചെറുപയർ പരിപ്പും. ഇനി വേണ്ടത് തേങ്ങയാണ്. ഒരു തേങ്ങയും അതിന്റെ പകുതി ഭാഗവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയെ തിരുമ്മി ഒന്ന് പാലെടുത്ത് വെക്കണം. 1 ലിറ്റർ ഒന്നാം പാലും 2 ലിറ്റർ രണ്ടാം പാലും വേണം. ഇനി ശർക്കരയെ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഉരുക്കി അരിച്ചുകൂടെ എടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാൽ നമ്മുടെ പായസത്തിന്റെ പാചകം തുടങ്ങാം. നമ്മളിന്ന് ഈ ഗോതമ്പ് പരിപ്പ് പായസം തയ്യാറാക്കി എടുക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. അതും കുക്കറിൽ വെച്ചാണ് പാചകം. ആദ്യമേ നമുക്ക് ഈ ഒരു പരിപ്പിനെ ഒന്ന് നല്ല പോലെ കഴുകിയെടുക്കാം. നമ്മുടെ ഇന്നത്തെ പായസം തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. ഞാനിവിടെ ഒരു 7 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി കുക്കർ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ കാഷ്യൂസിനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് റൈസിൻസോ തേങ്ങാക്കൊത്തോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാഷ്യൂസ് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ കാഷ്യൂസ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റണം. കാഷ്യൂസിനെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ പരിപ്പിനെ നെയ്യിലിട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളർ ആയി വരുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പരിപ്പിനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ശർക്കരയും 1 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ ഗോൾഡൻ കളറിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തി കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഗോതമ്പിനെ കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഗോതമ്പിനെ കൂടെ ചേർത്തൊന്ന് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഗോതമ്പും ചേർത്ത് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്തായിരിക്കണം നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് ഗോതമ്പിന് 3 കപ്പ് എന്ന അളവിലും 1/2 കപ്പ് ചെറുപയർ പരിപ്പിന് 2 കപ്പ് എന്ന അളവിലുമാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഗോതമ്പിന് 3 കപ്പ് വെള്ളവും പരിപ്പിന് 2 കപ്പ് വെള്ളവും എന്ന കണക്കിൽ 5 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടതും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ അടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം കുക്കറിനെ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ചെറിയ തീയിൽ 3 വിസിലും കൂടെ വെച്ചിട്ടാണ് നമുക്കിതിനെ വേവിച്ചെടുക്കേണ്ടത്. 4 വിസിലിന് ശേഷം കുക്കറിൻ്റെ എയറെല്ലാം പോയി വന്നപ്പോൾ ഞാനിവിടെ തുറന്ന് നോക്കുവാണ്. നമ്മുടെ ഗോതമ്പും പരിപ്പും ഒക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നല്ല കറക്റ്റായിട്ടുള്ള അളവാണ്. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കരപ്പാനി 1 ലിറ്റർ അളവാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കട്ടകളെല്ലാം തന്നെ നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചുകൂടി എടുക്കണം. ശർക്കരപ്പാനിയും ഗോതമ്പും ഒക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചുകൂടി എടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി തിളച്ച് നല്ല പോലെ വറ്റി ഒന്ന് കുറുകി വരുന്ന പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെ നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് തിളപ്പിച്ചുകൂടി എടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ പായസം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നുകൂടി വെട്ടിത്തെളിച്ച് ഒന്ന് കുറുക്കിയ പാകത്തിലേക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പായസം ഒന്നുകൂടി കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ 1.5 ലിറ്റർ അളവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. രണ്ടാം പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല രണ്ടാം പാലും ഒന്ന് തിളച്ച് വറ്റി കുറുക്കി വരുന്നത് വരെയാണ് നമുക്ക് നല്ലവണ്ണം ഇളക്കി തിളപ്പിച്ചെടുക്കേണ്ടത്.
രണ്ടാം പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പായസം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വറ്റി കുറുകി വരുന്നത് വരെയാണ് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. അതുപോലെ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പായസത്തിനെ നല്ലവണ്ണം ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പായസം പെട്ടെന്ന് തന്നെ പിരിഞ്ഞൊക്കെ പോവാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പായസം നല്ലതുപോലെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പഴം വരട്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കൈവശം പഴം വരട്ടിയതില്ലെങ്കിൽ കദളിപ്പഴമോ ഞാലിപ്പഴമോ ഒരു 3 എണ്ണം വീതം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നെയ്യിലിട്ട് വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനെൻ്റെ പല വീഡിയോയിലും ആ ഒരു പാചക രീതി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാത്തത്. പഴം വരട്ടിയത് കൂടി ചേർത്ത് പായസത്തിനെ നല്ലതുപോലെ ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ ഒന്നാം പാല് ചേർക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഏലക്കായും ചുക്കും കൂടി പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാലൊക്കെ എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം എടുക്കാനായിട്ടും. ഇനിയിപ്പോൾ പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ക്യാഷ്യൂസിനെ ചേർത്താൽ മാത്രം മതിയാകും. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണ് നമ്മൾ നല്ലൊരു പായസത്തിനെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു വിഷുനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസം കൂടിയാണ്. ഇനിയിപ്പോൾ താഴേക്ക് ഇറക്കി വെച്ച പായസത്തിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ക്യാഷ്യൂസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പായസം ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വിഷുനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു അളവുകൾ വെച്ചിട്ട് ഒരു 35 ഗ്ലാസ് അളവാണ് നമുക്ക് ഈ പായസത്തിനെ കഴിക്കാൻ കിട്ടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നുപോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നുപോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്നൊന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനിയും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ കാണാം.